നമസ്കാരം. CPM-ന്റെ മുൻ പൊതുമരാമത്ത് മന്ത്രിയായിരുന്ന, അതായത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് പൊതുമരാമത്ത് വിഭാഗമൊക്കെ കൈകാര്യം ചെയ്തിരുന്ന മന്ത്രി ജി സുധാകരൻ പൊട്ടിച്ചിരിക്കുന്നത് ഒരു ഒന്നാന്തര ബോംബാണ്. അതും വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പിൽ BJPക്ക് എടുത്ത് പ്രയോഗിക്കാവുന്ന ഒരു വജ്രായുധം. നിലവിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ജി സുധാകരന്റെ പരാമർശവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. വരുന്ന തദ്ദേശ തിരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ അടുത്ത വർഷം വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പുമൊക്കെ ഏതാണ്ടൊരു പടിവാതിൽക്കൽ എത്തി നിൽക്കെ CPM-ൽ ഒരു അടിക്കുള്ള വിത്ത് പാകിക്കൊണ്ടാണ് ജി സുധാകരൻ കളം മാറി ചവിട്ടാനാണോ ഒരു നീക്കം നടത്തുന്നത് എന്ന ഒരു സംശയമാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഒന്നടക്കം വയ്ക്കുന്നത്. കാരണം സുധാകരനെ ഇപ്പോൾ CPM-ന് ആർക്കും തന്നെ വേണ്ട. CPM-ന്റെ ഒരു പരിപാടിക്ക് പോലും സുധാകരനെ ക്ഷണിക്കുന്നുമില്ല. ആരും തന്നെ സുധാകരൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് പോലും ചെന്ന് നോക്കാറുമില്ല. ഇടയ്ക്കൊക്കെ BJP നേതാക്കളുമായി ചർച്ച നടത്തും, അങ്ങനെ BJPയിലേക്ക് വരും എന്നൊക്കെ ഒരു തീരുമാനം സുധാകരൻ പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ നേതാക്കളൊക്കെ ഇലക്ഷൻ സമയത്താവുമ്പോഴാണ് നേരെ മറുകണ്ഠം ചാടി വരുന്നത്. സുധാകരൻ്റേത് വെറും ഒരു വെളിപ്പെടുത്തലായിട്ട് മാത്രം കാണാൻ പറ്റില്ല. കാരണം പണ്ടും ഇന്നും എക്കാലവും CPM എങ്ങനെയാണ് തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്നതെന്നും തിരഞ്ഞെടുപ്പുകളിൽ ജയിക്കാൻ എന്ത് വൃത്തികേടും CPM ചെയ്യും എന്നതിന്റെ ദൃഷ്ടാന്തമാണ് മുതിർന്ന CPM നേതാവും മുൻ മന്ത്രിയുമായ ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ. പാൽ സൊസൈറ്റി തിരഞ്ഞെടുപ്പ് മുതൽ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ വരെ ഇവറ്റകൾ ജനവധി അട്ടിമറിച്ച് വളഞ്ഞ വഴിയിലൂടെയാണ് ജയിച്ചിട്ടുള്ളത്. ഇതുപോലെ പാർട്ടിക്ക് വേണ്ടി തട്ടിപ്പ് നടത്താനും അതോടൊപ്പം തന്നെ പാർട്ടി പറയുന്നത് അനുസരിച്ച് കൊലപാതകം നടത്താനും CPM-ന് ഒരുപാട് ആളുകളുണ്ട്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ CPM സ്ഥാനാർത്ഥിക്ക് വേണ്ടി തപാൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ടെന്നാണ് മുൻ മന്ത്രി ജി സുധാകരൻ പറഞ്ഞത്. ഈ സംഭവത്തിൽ ഇനി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തനിക്കെതിരെ കേസെടുത്താലും കുഴപ്പമില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. NGO യൂണിയൻ സംസ്ഥാന സമ്മേളന ഭാഗമായുള്ള പൊതുചടങ്ങിലാണ് താൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് 36 വർഷം മുമ്പ് നടത്തിയ തെരഞ്ഞെടുപ്പ് കൃത്രിമത്തെ പറ്റി സുധാകരൻ വെളിപ്പെടുത്തിയത്. സുധാകരൻ പറഞ്ഞത് ഇങ്ങനെയാണ്. അതായത് CPM-ന്റെ സർവീസ് സംഘടനയായ KSTA-യുടെ നേതാവായിരുന്ന KV ദേവദാസ് ആലപ്പുഴയിൽ മത്സരിച്ചപ്പോൾ ഇലക്ഷൻ കമ്മിറ്റി സെക്രട്ടറി ആയിരുന്നു ഞാൻ. ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വെച്ച് ഞാൻ ഉൾപ്പെടെയുള്ളവർ ചേർന്ന് പോസ്റ്റൽ വോട്ടുകൾ പൊട്ടിച്ച് തിരുത്തിയിട്ടുണ്ട്. അന്നും CPM സർവീസ് സംഘടനയിലെ അംഗങ്ങളുടെ വോട്ടിൽ 15% ദേവദാസിന് എതിരായിരുന്നു. 1989 പാർലമെന്റ് തിരഞ്ഞെടുപ്പ് സംബന്ധിച്ചായിരുന്നു സുധാകരന്റെ പരാമർശം. വക്കം പുരുഷോത്തമനെതിരെയാണ് അന്ന് ദേവദാസ് മത്സരിച്ചത്. 1,00,000-ൽ പരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് വക്കം അന്ന് ജയിച്ചത്. തപാൽ വോട്ട് ചെയ്യുമ്പോൾ NGO യൂണിയൻകാർ വേറെ ആളുകൾക്ക് ചെയ്യരുത്. കുറച്ചുപേർ അങ്ങനെ ചെയ്യുന്നുണ്ട്. KSTA നേതാവ് KV ദേവദാസ് ആലപ്പുഴയിൽ നിന്നും പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് പരിശോധിച്ച് ഞങ്ങൾ അത് തിരുത്തി. 15% പേരും വോട്ട് ചെയ്തത് എതിർ സ്ഥാനാർത്ഥിക്കായിരുന്നു. തപാൽ വോട്ട് ചെയ്യുമ്പോൾ NGO യൂണിയൻകാർ വേറെ ആളുകൾക്ക് ചെയ്യരുത്, കുറച്ചുപേർ അങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് ആദ്യമേ തന്നെ പാർട്ടി പറഞ്ഞതാണ്. KSTA നേതാവ് KV ദേവദാസ് ആലപ്പുഴയിൽ നിന്ന് പാർലമെന്റിലേക്ക് മത്സരിച്ചപ്പോൾ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പോസ്റ്റൽ ബാലറ്റുകൾ പൊട്ടിച്ച് പരിശോധിച്ച് ഞങ്ങൾ അത് തിരുത്തി. 15% പേരും വോട്ട് ചെയ്തത് എതിർ സ്ഥാനാർത്ഥിക്ക്. NGO യൂണിയനിൽ ഉൾപ്പെട്ടവരെല്ലാം ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. അങ്ങനെ പ്രത്യേകം ഒരു നിഷ്കർഷയോ അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലൊരു നിർദ്ദേശമൊന്നും തന്നെ പാർട്ടി കൊടുത്തിട്ടില്ല. പക്ഷെ പാർട്ടികളുടെ അകത്ത് ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്, CPM-ന്റെ അണികൾക്ക് നേതാവിന് തന്നെ വോട്ട് ചെയ്യണമെന്ന്. രാഷ്ട്രീയമല്ലാത്ത സംഘടനയാണ് NGO എന്നാണ് CPM-കാർ പറഞ്ഞു നടക്കുന്നത്. ഏത് പാർട്ടിയിൽപ്പെട്ടവർക്കും ഈ സംഘടനയിൽ ചേരാം. പക്ഷെ ഒരു തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ അത് തുറന്നു പറയണം, ഞാൻ ഈ വ്യക്തിക്കാണ് വോട്ട് ചെയ്യുക എന്ന്. അല്ലാതെ പോസ്റ്റൽ ബാലറ്റ് ഒട്ടിച്ചു തന്നാൽ നിങ്ങളുടെ തീരുമാനം ആരും അറിയില്ല എന്ന് കരുതരുതെന്നാണ് ജി സുധാകരൻ കൂട്ടിച്ചേർത്തത്. അന്ന് വക്കം പുരുഷോത്തമന് എതിരായിട്ടായിരുന്നു ദേവദാസ് മത്സരിച്ചത്. യൂണിയനിലെ മിക്കവർക്കും ദേവദാസിനെ അറിയില്ലായിരുന്നുവെന്നും അതുകൊണ്ടാണ് അത്തരമൊരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നതെന്നും അദ്ദേഹം പ്രസംഗത്തിൽ വ്യക്തമാക്കി. തെരഞ്ഞെടുപ്പിൽ 18,000 വോട്ടിന് ദേവദാസ് തോറ്റു. ജി സുധാകരന്റെ വെളിപ്പെടുത്തലിൽ CPM കേരളത്തിൽ അധികാരത്തിലെത്തിയത് തെരഞ്ഞെടുപ്പിൽ കൃത്രിമം കാണിച്ചാണോ എന്ന ഒരു ചോദ്യമാണ് ഇപ്പോഴും വരുന്നത്. പലയിടത്തും അട്ടിമറികൾ നടക്കുന്നുണ്ട്. പല തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നാലും പഞ്ചായത്ത് തെരഞ്ഞെടുപ്പായിരുന്നാലും അവിടെയൊക്കെ വലിയ രീതിയിൽ അട്ടിമറികൾ നടക്കുന്നുണ്ട്. കൂടാതെ സഹകരണ ബാങ്കുകളിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴടക്കം ഒരു അട്ടിമറി സംഭവിക്കുന്നുണ്ട്. കാരണം CPM-ന്റെ ഒരു രീതി തന്നെ അങ്ങനെയാണ്. നേരായ വഴി കൂടിയൊന്നും CPM-ലെ നേതാക്കൾ പോവാറില്ല. വെട്ട്, കുത്ത്, കൊലപാതകം അല്ലെങ്കിൽ കത്തിക്കുത്ത്, അങ്ങനത്തെ കള്ളത്തനം, അങ്ങനെയൊക്കെയുള്ള രീതികളിലൂടെ മാത്രമേ CPM എപ്പോഴും അധികാരങ്ങൾ പിടിച്ചെടുത്തിട്ടുള്ളൂ. അത് തന്നെയാണ് ജി സുധാകരന്റെ വായിൽ കൂടെ ഇപ്പോൾ പുറത്തു വന്നത്.
എന്തായാലും പാർട്ടിക്ക് ഇത് തള്ളിക്കളയാനും പറ്റില്ല. കാരണം ഒരു അണിയാണ്, അണിക്ക് എന്തോ തോന്നി പറഞ്ഞതാണെന്നൊന്നും പറയാൻ പറ്റില്ല. കാരണം ജി സുധാകരൻ എന്ന് പറഞ്ഞാൽ ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ പൊതുമരാമത്ത് മന്ത്രിയായിരുന്നു, കൂടാതെ മുതിർന്ന പാർട്ടി നേതാവും കൂടെ. അതുകൊണ്ട് തന്നെ ജി സുധാകരന്റെ വെളിപ്പെടുത്തൽ വരും ദിവസങ്ങളിൽ വലിയ രീതിയിൽ ഒരു പ്രശ്നം സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കൂടാതെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സുധാകരന്റെ ആ ഒരു പ്രസ്താവനയ്ക്കെതിരെ ഇപ്പോൾ സുധാകരൻ ഇന്നലെ പ്രസംഗിച്ച ആ വീഡിയോ എല്ലാം എടുത്ത് പരിശോധിക്കുന്നുണ്ട്. അതിന്റെ പേരിൽ കേസെടുത്ത് കഴിയുമ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളൊക്കെ ഒരു പരിശോധന നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഒരുങ്ങിയാലും അതിലൊന്നും അത്ഭുതപ്പെടാനില്ല. ന്യൂസ് ഡെസ്ക് തത്വമൈ ന്യൂസ്. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.